അതെ ഇതെന്തിനാ ഇവിടെ കുന്തമുഴുങ്ങി പോലെ നിക്കണ? അകത്ത് പോയിരിക്കും, അവര് വരട്ടെ. അല്ലടി എന്നാലും ഈ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നപ്പോ എന്താ ചെയ്യാ? അതപ്പൊ നിങ്ങക്ക് ആ മൊയ്തുവിനെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ ഇന്ന് വരണ്ട അടുത്ത ദിവസം വരാൻ? അതിപ്പം ഈ മന്മഥനെ വിളിച്ചിട്ട് പ്യാരിജാതനായിട്ട് വരുന്ന കാര്യം നീ ഇന്ന് എന്നോട് ആദ്യം പറയണ്ടേ? ഇത് നിങ്ങൾ രണ്ടാളും മനസ്സിൽ വെച്ചാൽ ഞാൻ അറിയോ? ഞാൻ അതല്ലേ മൊയ്തുവിനോട് ശീതളിന്റെ കുട്ടി വരാൻ പറഞ്ഞേ. അല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ അത്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അവക്ക് പ്യാരിയോട് കുറച്ച് താല്പര്യം ഉണ്ട്, അവക്ക് ഇഷ്ടായിണ്ട്. അത് അവര് ഈ ഫേസ്ബുക്കിലൊക്കെ ഏതാണ്ടൊക്കെ ചാറ്റ് ചെയ്തു. നല്ല ഒരേ എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ, എന്തോ വേവാണെന്ന്, ഒരേ വേവാണെന്ന്. ചാറ്റ് ചെയ്യേ? ആ എടി അപ്പൊ ഫോട്ടോ കണ്ടു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. ഇപ്പൊ ചാറ്റ് ചെയ്യലും തുടങ്ങിയോ? അതിപ്പോ അവരെന്തോ ഫോട്ടോ ഈ ഫേസ്ബുക്ക് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ, അതില് ചാറ്റ് ചെയ്തു. അതൊന്നും പറ്റില്ല. അങ്ങനെ ഫോട്ടോയിലും ഫോണിലൂടെ കണ്ടിട്ടുള്ള തട്ടിപ്പൊന്നും പറ്റില്ല. നേരിട്ട് കണ്ടിട്ട് ഇഷ്ടാവണം. അവൻ നല്ലവനാണോ കെട്ടവനാണെന്ന് ഇങ്ങനെ ഫോണിൽ കൂടെ ഇപ്പൊ ചെറുപ്പക്കാരുടെ ഒക്കെ പരിപാടി അത്. അതിനല്ലേ ഇപ്പൊ നേരിട്ട് വരണത്. അല്ല അവര് വന്നിട്ട് ഇതുവരെ എന്തേ? എന്നാ നീ ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കടി. നീ കല്യാണ പെണ്ണല്ലേ, നീ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. ചെക്കനും കൂട്ടരും വരുമ്പോ ഞാൻ വിളിക്കുമ്പോ ചായ ആയിട്ട് വരും. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നാ പിന്നെ അച്ഛനെന്തിനാ പുറത്തിറങ്ങിക്കണേ? ഞാൻ അവര് വരുമ്പോ ഇതെന്താ ഇപ്പോഴത്തെ കുട്ടികളല്ലേ സുഖതേട്ടാ. അവളവിടെ നിന്നോട്ടെ, വരുമായിരിക്കും. എപ്പ വരുന്ന പറഞ്ഞു? ഞാൻ എന്താ അറിയോ, നിങ്ങൾ ഈ ഫോട്ടോയിലെ കണ്ടു ഫോണിലെ കണ്ടു എന്ന് പറഞ്ഞ പോലെയല്ല. ഈ ശീതളെന്ന് പറഞ്ഞ നല്ല പയ്യനാ. സത്യശീലന്റെ തറവാട് എന്ന് പറഞ്ഞ നല്ല തറവാടാ. ഒന്നാമത് മൊയ്തു കൊണ്ടുവരുന്ന ആലോചനയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാല്ലേ. എത്ര കല്യാണം നടത്തി കൊടുത്ത ആളായി മൊയ്തു. ആയിക്കോട്ടെ, അപ്പൊ അത് അവരോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞ പോരായിരുന്നോ? ഈ പ്യാരി വരുന്ന ദിവസം തന്നെ വരാം. ഒന്നാമത് ഈ പ്യാരിനെ കാണു സൂതേട്ടാ, ഇവളുടെ ഫോണിൽ വേറെ ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്തിനാടി എടുത്ത ഫേസ്ബുക്കിൽ നിന്ന്? താനേ സിനിമ നടൻ. അങ്ങനെയൊന്നും പറയണ്ട. അതിപ്പോ ഈ പ്രായത്തിൽ എല്ലാവരും ഇപ്പൊ നിന്നെ ഞാൻ കെട്ടാൻ വരുന്ന സമയത്ത് മമ്മൂട്ടിയെ പോലെ അല്ലായിരുന്നു. ഓ എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്റെ സുഖതേട്ടാ. പിന്നെ ഭയങ്കര എന്റെ പൊന്നുമോളെ. നീ എന്തടിച്ചിരിക്കണേ? ചിരിക്കാൻ പാടില്ലേ? അതെ, ഞങ്ങള് രണ്ടാളുടെയും മുഖത്തിന്റെ കുറച്ചൊക്കെ ചായ ഇങ്ങനെ ചേർന്നിട്ടാണ് നീ ഉണ്ടാവുന്നത്. നീ കാണാൻ അത്യാവശ്യം സൗന്ദര്യം ഇല്ലേ? അതെ അതെ, അത് എന്റെ ഒക്കെ മോച്ചായ. അത് ഈ സൈഡിൽ നിന്ന് മമ്മൂട്ടി പോലെ ഉണ്ട്. നോക്ക് നോക്ക് സുഖേട്ടാ. അയ്യോ ബാവാ സത്യം പറയാനോ, നല്ല ചർച്ച. ഈ ലഡുവും ജിലേബി പോലെ, ഈ ചിപ്സും മുറുക്കും പോലെ പിള്ളേരെ തമ്മിൽ നല്ല ചർച്ചേട്ടാ. ചായ കുടിക്കും. ചായ കുടിക്കണം. സുഖേട്ടാ, എന്ത്? അല്ല, വേറൊരു കൂട്ടരും കൂടി മോളെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെ, ഞാൻ അറിഞ്ഞ് മൊയ്തുവിന്റെ ഏർപ്പാടല്ലേ? അതെ, മൊയ്തു കൊണ്ടുവരാന്ന് പറഞ്ഞെ. ബൂസ്റ്റ് ഇല്ല, ബൂസ്റ്റ് ഇട്ടിട്ടില്ല. ബൂസ്റ്റ് വേണമെങ്കിൽ പറയണ്ടേ? അത് കുഴപ്പമില്ല, ഇനി വാങ്ങി വെച്ചിരുന്നോ? ഇനി മേടിച്ചു വെക്കേണ്ട, അറിയാൻ പാടില്ല. ബൂസ്റ്റാ ശീലം. എന്റെ സുഖേട്ടാ, എന്തിനാണ് നിങ്ങളെ മൊയ്തുവിന്റെ ഏർപ്പാട് പിടിക്കുന്നത്? വല്ല കാര്യമുണ്ട്? അതൊക്കെ തല്ലിപ്പൊളി കേസ്. അല്ല, ഇതൊരു നാട്ടു നടപ്പാണല്ലോ. പ്രായമായ പെൺകുട്ടികൾ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചായ ഇതൊക്കെ ഇങ്ങനെ കരുതി വെക്കണം. എല്ലാരും വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ശരിയായാലും നടക്കും. അങ്ങനെയാണല്ലോ. നമ്മളെ കുട്ടിക്കത് വേണ്ട, നമ്മളെ കുട്ടിക്കത് പറഞ്ഞിട്ടുണ്ട്, ഇത് മതി. പിന്നെ ഇത്രയും തങ്കപ്പെട്ടൊരു ചെറുക്കനെ വേറെ എവിടെ നിന്ന് കിട്ടും? എന്താ ചെയ്യണ മോൻ? അയ്യോ, പങ്കജൻ ടെക്സ്റ്റൈൽസ്. എന്റെ ഒരേ ഒരു മോനല്ലേ ഇത്? വലിയ തുണിക്കട കേട്ടിട്ടില്ല. അപ്പൊ മോന് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? വലിയ സ്ഥാപനമല്ലേ, എല്ലായിടത്തും ഓടിയെത്തണം. മുഴുവനും നോക്കി നടത്തുന്ന മോനാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇഷ്ടമാതിരി സ്വത്ത്. പിന്നെ അവിടെ ഇഷ്ടമാതിരി ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ പറമ്പുണ്ട്, പാടമുണ്ട്, പുഴയുണ്ട്, പുഴ വീടിന്റെ ഫ്രണ്ടില് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. പക്ഷെ ഭയങ്കര എളിമയാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞ മോനെ കാരക്ക് വന്നപ്പോ എന്തിന് നമുക്ക് ഇതിൽ വന്നാൽ മതി. അങ്ങനെയല്ലേ കുതിരപ്പുറത്ത് വന്നത്. കുതിര തോന്നില്ല, വണ്ടി കണ്ടു കഴിഞ്ഞ ഒട്ടകാന്നേ തോന്നുള്ളൂ. കാറിനെക്കാണാൻ വിലയുണ്ടാ ബൈക്കിന്. പക്ഷെ കാറിന്റെ ഗുണമില്ല. ഒന്നുമില്ല, നല്ല ഭംഗിയുണ്ട് മോനെ. മോനെ അതിലിരുന്ന് വരുമ്പോഴേ അല്ലേ? എന്തെങ്കിലുമൊക്കെ അതെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും സംസാരിക്കേണ്ടൊക്കെ ആവാല്ലേ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കണ്ട. എന്താ പേര് സംസാരിക്കണ്ടേ?
അല്ല ഞങ്ങള് ഡെയിലി സംസാരിക്കണല്ലേ. നമ്മള് ഫേസ്ബുക്കിൽ സംസാരിക്കാറുണ്ട്. ചാറ്റ് ചെയ്യണ കാര്യം ഞാൻ അവര് മെസ്സേജ് അയക്കണ മോളെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, FB ഞാൻ ദമയൂനെ കണ്ട് എനിക്ക് അപ്പോഴേ ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഡാഡിനോട് പറഞ്ഞു. ഡാഡി മന്മഥേട്ടനെ കൊണ്ട് ഇത് ആലോചിപ്പിച്ചത്. അപ്പൊ ഞാൻ പിന്നെ എല്ലാം വഴിയെ കൂട്ടി അന്വേഷിച്ചപ്പം കുഴപ്പമില്ല, നിങ്ങൾ വരവാടും. ചേച്ചിക്ക് അക്കൗണ്ട് ഉണ്ടല്ലേ? ആ ഉണ്ട്. മഞ്ജുവാരിയുടെ പടമല്ലേ ഇട്ടേടാ? അതെ അതെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അതെ. ഞാനൊന്ന് റിക്വസ്റ്റ് അയ്യോ 5000 ആയി പോയി. ഒരാൾക്ക് കളയാ. എന്താ ചൂടിലെത്തിയട്ടാ? സമയാണ് ഈ പോണത്. എന്താ ഇവനെ കാണാത്തത്? ഇപ്പൊ ഇങ്ങട് ഇപ്പൊ ഇറങ്ങിയതാണ്, പിന്നെ സംശയം തീർക്കാൻ പോയിരിക്ക. അത് പോകാനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണ് കാണാൻ പോണ എല്ലാ ചെറുപ്പക്കാർക്കും ഇറങ്ങാൻ നേരത്തും സംശയം തീർക്കാൻ പോക്കാം. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവും, ആകെ പണ്ടല്ലേ. ഇതിപ്പോ ഈ വിദ്യാഭ്യാസവും ജോലിയൊക്കെ, പഞ്ചായത്തിൽ ജോലിയുണ്ട്. അതൊന്നും ഇതിന് ഇതല്ല കേട്ടോ. എന്ത് വിദ്യാഭ്യാസവും ഇതൊക്കെ. ഇത് പെണ്ണുങ്ങളെ മുമ്പിൽ പെണ്ണാണുമ്പോ നിൽക്കുമ്പോ മുട്ടും കാല് പറിക്കുന്നു. അതിനിടക്ക് സംശയം തീർത്തിട്ടോ ഓൻ വരട്ടെ. ഞാനൊന്ന് ഓണടിച്ചു നോക്കാം. ശീതള, ആ രാഘവൻ സാറേ, നമസ്കാരം. നമസ്കാരം. എവിടേക്കാ എത്തിച്ചില്ല? ഞങ്ങള് നമ്മുടെ ശീതളിനൊന്ന് പെണ്ണ് കാണാൻ വേണ്ടിട്ടേ ഇപ്പൊ അവിടെയൊക്കെ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആണോ? ആ വേണം. അതെ അതെ. ഇദ്ദേഹം ആരാ? ഈ കല്യാണം ശരിയായി കൊടുത്ത ഞാനാണേ. അതെയല്ലേ? നന്നായി. അത് വേണ്ടുമെന്ന് വളരെ വൈകിപ്പോയി. അപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ ഈ വിവരം പറയാൻ വേണ്ടിട്ടാണ് ഇറങ്ങണമെന്ന് വിചാരിച്ചതാ ഇന്നലെ. അപ്പൊ കാലിന്റെ മുട്ട് ഭയങ്കര വേദന. അതൊന്നും പ്രശ്നമില്ല, മംഗളമായി ഭവിക്കട്ടെ. അതേ ഉള്ളൂ, എനിക്ക് ലേശ തിരക്കുണ്ട്. എന്നാ പിന്നെ ഞാനിങ്ങോട്ട് ആയിക്കോട്ടെ. അങ്ങേ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലും അതീവ സന്തോഷം. പോയിക്കോട്ടെ. ശരി. ആരത്? അത് രാഘവൻ സാറ്, പ്രൊഫസറാ. ആണോ? ദേ 2 വീട് അപ്പുറേ വീട്. അത് ശരി. ഇങ്ങനെ ഒരു മനുഷ്യൻ. ആളുകളുടെ ഈ ഏറ്റക്കുറച്ചിലുണ്ടല്ലോ, അതൊന്നും മൂപ്പർക്ക് വിഷയമല്ല. തങ്കപ്പെട്ട മനുഷ്യൻ. അതാ സംസാരത്തിലുണ്ടല്ലോ. ഇന്നിപ്പോ ആദ്യമായിട്ട് കാണില്ലേ? എത്രയോ കാലം പരിചയമാര് എന്നോട് ഇന്നെന്ന് ആരും അങ്ങനൊന്നും വിളിക്കല്ല. അത് വിളിച്ചിക്കണം. ഈ കുട്ടി ഇറങ്ങാത്തടാ. ശീതള, ശീതള, എത്ര നേരായി? എപ്പ പോയതാണ്? കൃത്യസമയത്ത് അവിടെ എത്തണ്ടേ? അതെ, റെഡി ആയിരുന്നു വെച്ചാ. ശീതള ഉഷാറായിക്കണല്ലോ. അല്ല ഇനിയിപ്പോ കാറ് കയറിയ വേറെ സംശയമായിട്ടുണ്ടാവോ? എവിടെ ഫ്രണ്ടിലെ എവിടെയെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് ഇരിക്കും. ഞാൻ ഡിക്ക് പോയിരിക്കണ്ട. ഈ മുന്നിലിരിക്കും. മുന്നിൽ പോയിരിക്കും. എല്ലാ കല്യാണിച്ചൊക്കെ വിട്ടോ? പോട്ടെ. ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നീക്കിയാല് ഞാനീ പപ്പയും മമ്മയും വിളിക്കാം. അല്ല, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അവര് വന്ന് നോക്കട്ടെ. അധികം വൈകാതെ തന്നെ വിളിക്കാൻ പറയും സുഖദേട്ടാ. അല്ല, എന്തായാലും നാളൊക്കെ നോക്കണ്ടേ? അതല്ല, ഓക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. എന്തേ ഇവിടെ തട്ടിയ ശ്രദ്ധിക്ക്. നോക്കി നടക്ക്. അവനിവിടുന്ന് പോകണമെന്നൊന്നുമില്ല. സമ്മതിച്ച നമ്മൾ പോളെ കൊണ്ട് പോകും. അയ്യോ, എന്തായാലും അങ്ങനെ വേണ്ട. ഒക്കെ ശരിയായി ആക്കടെ കയ്യിൽ പിടിച്ചേരാ. വൈകിക്കണ്ട. ശരി, പറഞ്ഞ പോലെ. പിന്നെ പേര് നീ വിട്ടോ. ഞാൻ അപ്പുറത്ത് വൈദ്യശാലയിൽ ഒന്ന് കയറിയിട്ട് വരാം. ഈ കുതിരയെ കയറിയിട്ട് ചെറിയൊരു പിടിത്തം. വിട്ടോ? ശരിയെന്നാ. എല്ലാരും ഉമ്മർ തന്നെ ഉണ്ടല്ലോ. സുഖേട്ടാ, എല്ലാം പറഞ്ഞ പോലെ. ശരി. ശരി ശരി.
പണി ഉണ്ടാക്കോ? എന്ത് പണി? ആ മൊയ്തൂന് വരെ പണിയൊന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ ലഡുവും ജിലേബി നിന്ന് നടക്കാം. അതുപോലെ ഇത് എന്തൊരു ചെറുക്കായി, ഒരു എത്തും ചെറുപ്പില്ല. നീ മേടിക്കല്ലേ, ഞാൻ സംസാരിക്കണം. നീ പോ പ്യാരി, ഞാൻ ബാക്കിയെല്ലാം നോക്കിയോളാം. ചുമ്മാ പരിഷ്കാരം കുറവാണെങ്കിൽ അവര് കല്യാണം കഴിക്കണ്ട, അതാ നല്ലത്. ഇതിപ്പോ തന്തയ്ക്കും തള്ളയ്ക്കും കുഴപ്പമില്ല, ആ പെണ്ണിനാ പ്രശ്നം. അല്ല, എന്താ പരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് അത് മനസ്സിലാവണില്ല. എന്താന്ന് ആർക്കും അറിയാതെ അവരോടനെ പോയി ചോദിക്കണ്ടേ. ഓരോ വീട്ടുകാര് ഉദ്യോഗമുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് നട്ടോട്ടോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജോലിയുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാടുമുണ്ട്, ഒക്കെ ഉണ്ട്. പ്രശ്നമുണ്ട്. സത്യം മാമ, ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. പ്രശ്നമുണ്ട് മാമ. എന്ത് പ്രശ്നം? പറയാ. നിങ്ങ എന്നെ എന്തൊക്കെ കുറ്റം പറയും? ഓന്റെ ലുക്ക്, ഓന്റെ എന്നെ ബോഡി ഷേമിങ് നടത്തി. ഞാനൊന്നും പറയാറില്ല, മാമനായോട്ട് മാത്രം. മാമ, ഈ പണവും പ്രതാപവും ജോലിയും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ലുക്ക് വേണം അറ്റ്ലീസ്റ്റ്. ഇതാ ഇങ്ങനെങ്കിലും. ഇതെന്താണ് കോലം? അല്ലെ, ഉണ്ണിയേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? എനിക്ക് എന്താ ലുക്കിന് എന്ത് പ്രശ്നം അത് പറഞ്ഞു, ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ. എന്താ പ്രശ്നം? എന്താണിത് കോലം? എന്ത് കോലം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ഷർട്ട്, ഒരു ലുങ്കി, ഒരു തൊണ്ട കണ്ണട, ഒരു മീശ, ഒരു കുറി, എന്തിനാ ഇത്? ഇത് ആൾക്കാരെ കാണുമ്പോഴാ നമ്മൾ രണ്ടാളും നിൽക്കുമ്പോൾ ആൾക്കാർ എന്നെ നോക്കൂലോ. ഇതാണ് ലുക്ക്. കീറിയ പാന്റ് എന്തിനാണ് ഇടുന്നത്? ഇഷ്ടം പോലെ പാന്റ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം കീറിക്കളയും. അതുകൊണ്ട് ആൾക്കാർ നോക്കും. മാമ, ഇതാ ശീതന്റെ കല്യാണം ഞാൻ നടത്തും. ഈ മൊത്ത കാഴ്ച അങ്ങോട്ട് മാറ്റിക്കളയണം. എന്നെ മാമൻ പ്രകൃതി എന്ന് പറഞ്ഞല്ലേ? പിന്നെ നീ പ്രകൃതിയല്ലേ? എടാ, പ്രകൃതി എന്ന് വിളിച്ചത് എന്റെ മാന്യത. നീ കഞ്ചാവാണ്, കഞ്ചാവാണ്, കഞ്ചാവാണ്. എന്തൊക്കെ പറയണേ? നാട്ടുകാർ കേൾക്കും ഇത്. ഇടവേള കിട്ടുമ്പോ ഒന്ന് രണ്ട് വെലിവിരിക്കും, അത്ര മാത്രല്ലേ മാമ. മാമ, നമ്മ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. ആകെ കൂടി ഞാൻ മാറ്റിയെടുക്കാം. ഇതാ മാമ, പണവുമില്ല, പ്രതാപമില്ല, ഒരു കുന്തലക്കില്ല. 2 കല്യാണം കഴിച്ചു. ഇനി ഒരു കല്യാണം ഞാൻ കഴിക്കും. അതാണ് ലുക്ക്. ലുക്കിലാണ് കളി മാമ. ഇത് മൊത്തം ഒന്ന് മാറ്റി പിടിക്കാം. ഒരു സ്റ്റൈൽ ഉണ്ടാക്കി തരും. ഉണ്ണിയേട്ടൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് എന്റെ കോലത്തിൽ ഒരു കുഴപ്പം ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോ ഉണ്ണിയേട്ടനെ പോലുള്ള ആൾക്കാർ പറയുമ്പോ ഞാനത് കേട്ടില്ല എന്ന് പറയണ്ട. എന്താ ഞാൻ ചെയ്യേണ്ടത് വെച്ചാ പറഞ്ഞോ. എനിക്ക് നോക്കിയേ, എനിക്ക് മാന്യമായൊരു ജോലിയുണ്ട്, എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഞാൻ ഒരാളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നല്ല, വേറൊരു വൃത്തികെട്ട ഇടപാടുകളിലും പോകുന്ന ഒരാളല്ല. പിന്നെയും ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ റീസൺ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന്റെ കോലം മാറ്റലാണോ? എന്റെ കോലം മാറ്റലാണെങ്കിൽ അത് ചെയ്യാം. എന്താ ഞാൻ ചെയ്യേണ്ടത് അത് പറഞ്ഞോ. ഞാൻ പറയാം, കാര്യമുണ്ട്. വീടൊന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. വാ വാ. ഞാൻ ചെക്കനെ കൂടി കേടെടുത്തിട്ടാ. ശീതളാ, ഒന്നുമില്ല അച്ഛാ, നോക്കാം. അനിയ, ഈ സോഡയ്ക്കൊന്നും പഴയതുപോലത്തെ ഗ്യാസ് ഇല്ലല്ലോ. അതെന്ത്? ഞാൻ നിറക്കണല്ലോ. അല്ലാണ്ട് 1 മണിക്കൂർ സോഡയും മേടിച്ച് പൊട്ടിച്ച് വെച്ചിട്ട് ലോകകാര്യം മൊത്തം പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഗ്യാസ് ഉണ്ടാവൂ? എന്നാലും പൈസ ഞാൻ തരണ്ടേ? നിങ്ങൾ തരേണ്ടത്. അത് ന്യായം. നമസ്കാരം. നമസ്കാരം. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? എല്ലാം നന്നായിട്ട് പോകണം. സാറെന്ന് പറഞ്ഞ അലക്ക് സോപ്പ് ഇവിടെ വന്നിരിപ്പുണ്ട്. അത് ഞാൻ തിരിച്ചു വരുമ്പോ മനുഷ്യ. പോട്ടെ. ശരി. ഇതാളാര്? രാഘവ മാഷി. കല്യാണം കഴിച്ച റിട്ടയർ പ്രൊഫസറാണെന്നേ. റിട്ടയർ പ്രൊഫസർക്ക് എന്ത് കല്യാണം കഴിച്ചൂടെ? പുള്ളിക്ക് 2 വലിയ മക്കളുണ്ട്. മക്കള് കല്യാണം കഴിച്ച? മക്കൾക്ക് 2 ചെറിയ പിള്ളേരുണ്ട്. അവര് ചെറിയ പിള്ളേരല്ലേ? നിങ്ങൾ ഈ വഴി പോണ എല്ലാവർക്കും പെണ്ണ് കെട്ടിക്കാൻ നടക്കുവാണ്. എടാ, ഞാൻ അന്ന് പറഞ്ഞ നിനക്ക് ആ കേസ് നോക്കട്ടെ. നല്ല കൊച്ച്. ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത്. നിന്നെ പോലുള്ളമാരാണ് നമുക്ക് പണി ഇല്ലാതാക്കണത്. മറ്റേ ശീതളനല്ലേ? അവൻ ഈ കോലത്തില് മുറിനിക്കറക്കിട്ട് ഇപ്പൊ ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്ന പെണ്ണ് കെട്ടാനുള്ള തത്രപ്പാടിലായിരിക്കും അവൻ ഇങ്ങനെ കോലം മാറി നടക്കണത്. നടന്നാ മതിയായിരുന്നു ഭഗവാനെ, പാവം. നിങ്ങൾക്കൊന്ന് ട്രൈ ആയിരുന്നല്ലോ. നമ്മൾ ഈ സൈസ് എടുക്കൂലേ? നക്കികള് തന്നെ ഒരു 9 പൈസ കമ്മീഷൻ തരൂല, അതല്ലേ?
അല്ല എന്നാലും ഞാൻ ആലോചിക്കണ് പെണ്ണ് കെട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ അങ്ങ് മാറുമോ? അവന്റെ മാറ്റം നോക്കിയാണ്. അതെ, ഈ പങ്കജ ടെക്സ്റ്റൈൽസിലെ പ്യാരിയാന്നല്ലേ അവന്റെ കാര്യം തന്നെയായി പറയണേ. അതെ, വല്ല ഒന്ന് രണ്ടാള് പറഞ്ഞു, ഞാൻ ഒന്നും കൂടി അന്വേഷിക്കാൻ വേണ്ടിട്ട്. മതി മതി, അല്ല വെറുതെ ഒന്ന് അന്വേഷിച്ചാ. ശരി. എന്തായിരുന്നു അമ്മയും മകളും കൂടിയിട്ട്? ഇപ്പൊ എന്തായി? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതിന് മുമ്പ് അറിഞ്ഞില്ലേ? അറിഞ്ഞതെങ്ങനെ? ഞാൻ അന്വേഷിച്ചോണ്ടറിഞ്ഞു. ഒരു മനുഷ്യനെ ഒറ്റ നോട്ടത്ത് കണ്ട ഒരു വരയിൽത്ര, അവന്റെ കളറ്, അവന്റെ ഡ്രസ്സ്, അവന്റെ മുടി, അവൻ ചെത്തിപ്പൊളിച്ചു പോണ വണ്ടി, ഇതൊന്നും കണ്ടിട്ടല്ല ഒരുത്തനെ വിലയിരുത്തേണ്ടത്. അവന്റെ പെരുമാറ്റം, അവന്റെ സ്വഭാവം, അവന്റെ കഴിവ്, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ കാര്യക്ഷമത, അവനിലെ നന്മ, ഉത്തരവാദിത്വ ബോധം, ഇതൊക്കെ കണ്ടിട്ടാ ഒരുത്തനെ വിലയിരുത്തേണ്ടത്. സംഭവം അവന്റെ അച്ഛന്റെ ടെക്സ്റ്റൈൽസ് ഒക്കെ തന്നെ. ഇവൻ അവിടെ ഒരു വിലയില്ലെന്ന്. 10 രൂപ എടുത്ത് പെരുമാറാൻ അറിയാത്തൊരു മണ്ണുണ്ണി. അവിടുത്തെ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഇവൻ അറിയില്ല. ക്യാഷിലെ പോലും അവനിരുത്തില്ല. വെറുതെ ഇങ്ങനെ ഒരു രൂപം അവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. അവനെങ്ങാനും നീ കെട്ടിക്കഴിഞ്ഞ അവന്റെ ടെക്സ്റ്റൈൽസ് നിന്ന് നിനക്ക് പറ്റിയൊരു സാരി പോലും എടുത്തു തരാൻ അവന് പറ്റില്ല. ഇനി മേലെ നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വന്നാ അവന്റെ ആ വേഷവും കളറും ഡ്രസ്സും വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവൻ നല്ലതാ, ഇവൻ മതിയെന്നെങ്ങാനും പറയാൻ നിന്നാ, ഒറ്റ നോട്ടത്തിൽ ഒരുത്തനെ നോക്കിയിട്ട് എങ്ങാനും വിലയിരുത്താൻ നിന്നാ അനുഭവത്തിന്ന് പഠിച്ചോ. അതെ, നമുക്ക് ആ ശീതളന്റെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? എന്ത് മുഖം വെച്ചിട്ടാണ് നമ്മുടെ മോളെ അവനോട് കെട്ടാൻ പറയാ? അന്ന് മാന്യായിട്ട് ഇവിടെ ഒന്ന് പെണ്ണ് ചോദിച്ചല്ലേ? അന്നാ പെണ്ണന്വേഷിച്ച് വന്നു നിന്നപ്പോ നല്ല വിദ്യാഭ്യാസം, നല്ല സർക്കാർ ജോലി, ആ കാർന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കണം നിൽപ്പേണ്ട നീ. ആ കുറിയൊക്കെ തൊട്ട്, ആ പാന്റും ഷർട്ടൊക്കെ ഇട്ട്, ആ ഭവ്യതയോടെ കുലീനതയോടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോ അപ്പൊ അവൾക്ക് പുച്ഛം. അപ്പൊ അതൊക്കെ കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ആലോചിക്കാം. എങ്ങനെ ആലോചിക്കണടി? അവനൊക്കെ പെണ്ണുങ്ങൾ കൊത്തിക്കൊണ്ടുപോയിണ്ടാവും. ഒന്നുമല്ല, ഞാൻ മൊയ്തുവിനോട് സംസാരിച്ചിരുന്നു. ഞാൻ മൊയ്തുവിനോട് ചോദിച്ചിട്ടുണ്ട്, കല്യാണം ഒന്നും തീരുമാനമായിട്ടില്ല, നമുക്കൊന്ന് ആലോചിക്കാം. എന്താടി? ആന്ന് മൊയ്തുവിനോട് ചോദിക്കും. ഞാൻ ചോദിച്ചു.